അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നാണ് നമ്മൾ ആരംഭിച്ചത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് റൂമിലെത്തുന്നവരെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. ഇനി നമുക്ക് കാരണം ഇത് സുൽത്താൻ ബത്തേരി ടൗൺ, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല വൃത്തിയും വെടിപ്പുള്ള നഗരം, ക്ലീൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡിലും രണ്ട് സൈഡിലും വളരെ വൃത്തിയായി കിടക്കുന്നത് കാണാം. ഞങ്ങളിപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് കൂടിയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ. റോഡിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കല് നിർത്താൻ പാടില്ല. അവിടെ ഒരു അറ്റത്തൊരു അരുവി ഉണ്ടോ കാണാൻ, ഈ കാടിന്റെ ഉള്ളില് ഒരു അരുവി അല്ലേ? ഗായ്സ്, ആനക്കൂട്ടങ്ങൾ അതാ പോകുന്നു ഗായ്സ്. നമ്മൾ ഫോറസ്റ്റ് കഴിയാനായി. നമ്മൾ കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തു ആണ്. ഗുണ്ടൽപേട്ട സൺഫ്ലവറിൻ്റെ തോട്ടം. പേട്ട സൺഫ്ലവർ, ഈ സൂര്യകാന്തി തോട്ടത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട.
ഗൈസ് ഇതൊക്കെ ബാംഗ്ലൂരേക്ക് പോകുമ്പോഴുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, കാഴ്ചകളാണ് കേട്ടോ. ഗൈസ് ഇതൊരു വണ്ടിയാണ്, ലോറി അങ്ങനത്തെ ടൈപ്പ് ഒരു വണ്ടിയാണ്. അത് നോക്കിക്ക് ബാക്കിൽ ആൾക്കാരെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ അതന്നെയായിരുന്നു. ഗൈസ് ഇത് നോക്കിക്കേ, കാളവണ്ടിയാണ്. ഗൈസ് ഇത് കുറെ കടകളും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഗൈസ് ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയൂല. പുറമേന്നാണ് ഒരു അമ്പലം പുറത്തുനിന്നുണ്ട് കേട്ടോ. ആരോഗ്യത്തിന്റെ രഹസ്യം മസാല. ഇതൊന്നും കൂടി വേണോ? ഗൈസ് ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് പാട്ട് വെച്ചപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ സ്റ്റെപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ സ്റ്റെപ്പ്, ഞങ്ങൾ ഏതാ പാട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഞങ്ങളിപ്പം മൈസൂർ റോഡല്ല അമ്മ, മൈസൂർ റോഡ് ബാംഗ്ലൂർ റോഡിലേക്ക് കടന്നതായിരുന്നു കേട്ടോ. ഗൈസ് ഇതൊക്കെ മലയും പിന്നെ മലകളാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തൊക്കെ ഫുള്ള് മലകളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ. അപ്പുറത്ത് ഫുള്ള് മലകൾ തന്നെയാണ്. ഇപ്പം നല്ലോണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, കാരണം അവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊരു വലിയ മലയാണ്. നമ്മൾ അവിടുന്ന് പോകും, നമ്മൾ ഈ സൈഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഫ്രണ്ട് ഭാഗം നമുക്ക് എടുത്തു കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത് ഈ സൈഡിൽ കൂടെ നമ്മൾ പോകും. ഇത് എന്തൊരു ഇതുപോലത്തെ ഒരു സംഭവം, വെള്ളച്ചാട്ടം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പുറത്തൊക്കെ മലകളുണ്ട്. അതൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന മലകൾ. എനിക്കറിയാം, കുറെ കുഞ്ഞു മലകളുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ വലിയ മല. മലേൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല വലിയ മലയാണ്. നമ്മൾ അവിടുന്ന് കാണുമ്പോൾ വലിയ തന്നെയാണ്, പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നല്ല ഹൈറ്റിലുള്ള പോലെ, കുറച്ചും കൂടെ ഹൈറ്റുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തേക്ക് വരുമ്പോഴുള്ള ഒരു സൈഡാണ്. അതിൻ്റെ അടുത്തേക്ക് പോലെ മനസ്സിലാവുള്ളൂ, പക്ഷെ നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നില്ല. പാട്ടൊന്ന് പോസേ. അപ്പുറത്ത് നല്ല വലിയ മല ഉണ്ട് കണ്ടോ. അവിടെ നല്ല വലിയൊരു മല ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകും.
അധികം നല്ലോണം കാണുന്നില്ലായിരുന്നു. ഇപ്പൊ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ആ നായ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് പറയണത്. ഗൈസ് ഇതാണ് പാടം കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴുള്ള പാടാണ് ഗൈസ്. കൊറേ പാടം ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക്. അതിലത്തെ കൊറേ പാടങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ. എങ്ങോട്ടേക്ക് പോകുന്നത് ഞാനിപ്പോ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പം ബാംഗ്ലൂരേക്കാണ് ഗൈസ് പോകുന്നത്. നമ്മളിപ്പോ മൈസൂർ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മാധവേട്ടൻ നോക്കണ കണ്ടായിരിക്കും ഒക്കെ വായിക്കായിരുന്നു. പക്ഷെ അതല്ല. പൊന്നു ജൈനി ബന്നി 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 തുടച്ചു വരുന്നു. ഗൈസ് ഈ റോഡ് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. രണ്ട് സൈഡിലും കുറെ മരങ്ങളും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ. ഈ സൈഡിൽ കുറെ കടകളും പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലുള്ളത് കുറെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഗൈസ് ഇതൊരു നിങ്ങൾ വിചാരിക്കും ഇത് മലയാണ്. മലയല്ല, എന്തൊരു പാറ പോലത്തെ ഒരു സംഭവം കേട്ടോ. എന്തൊരു നല്ല വലിയൊരു പാറ പോലെ അങ്ങനെ എന്തൊരു ഇതാണ്. അപ്പുറത്തെ മലയും ഇതൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാതും കാണാൻ. അതിൻ്റെ താഴെ കുറേ ഈ ഷോപ്പും ബിൽഡിങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടോ. ഗൈസ് ഇത് നമ്മൾ ബാംഗ്ലൂരിലത്തെ രാത്രി കാഴ്ചയാണ് ഗൈസ്. ഗൈസ് ഇവിടെ കുറേ ഫ്ലാറ്റും പിന്നെ മറ്റേ ഈ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മോറ്റ് മുകളിൽ വരെയൊക്കെ ഫ്ലാറ്റ് ഉണ്ട്. ഇത് ഫുള്ള് ഫ്ലാറ്റ്. പിന്നെ ഗൈസ് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാന്. ഇത് ഫുള്ള് ഫ്ലാറ്റ്സ് ആണ്. നമ്മൾ പോകുന്ന വഴിക്കും കുറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അറിയാലോ അവിടുത്തെ അങ്ങോട്ട് നോക്കൂ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാംഗ്ലൂരിലത്തെ കാഴ്ചകളും വേറെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ബാംഗ്ലൂരിലത്തെ കുറേ കാഴ്ചകളും ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.